അത് നമ്മൾക്ക് പറയാവുന്ന കാര്യമില്ലല്ലോ. കാരണം അത് അവരുടെ യുക്തമല്ലേ ചെയ്യുന്നത്. എവിടെ നിന്നുള്ള ടീമിന് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുമായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ഇന്റിമേഷൻ കിട്ടിയത് കൊണ്ടാണോ ഇവിടെ നിന്ന് ടീം വേറെ പോയത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് അവരുടെ, നമ്മളെ അറിയിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും. അവർ ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾക്കൊരു GST റെയ്ഡ് ഉണ്ടായി, GST സെർച്ച് ഉണ്ടായപ്പോ ചെന്നൈയിൽ നിന്ന് ആൾക്കാർ, സാധാരണ ചെന്നൈ, ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഇതിപ്പോ ഞങ്ങൾക്ക് അവിടെ ബാംഗ്ലൂർ ബേസ് ഉള്ളതുകൊണ്ടും ഓഫീസ് ഉള്ളതുകൊണ്ടും ബാംഗ്ലൂരിൽ നിന്ന് വന്നില്ല. ഇവര് വരുന്ന മംഗലാപുരം, ചെന്നൈ അങ്ങനെയുള്ള ആൾക്കാർ, കുറച്ച് മലയാളികളായ ഇൻസ്പെക്ടേഴ്സുകൾ, മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം അങ്ങനെയുള്ള ആൾക്കാരല്ല. അതിൽ നമ്മൾക്കൊന്നും ഒരു അങ്ങനെ അറിയാമെങ്കിൽ പിന്നെ നമ്മളിവിടെ കയറില്ലല്ലോ. ഇനി എത്ര പ്രോജക്ട്സ് കേരളത്തിലും ബാംഗ്ലൂരുമായിട്ട് തീർക്കാനുണ്ട്, ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്? ഞങ്ങളുടെ ഇപ്പോൾ ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ 26 പ്രോജക്റ്റുകൾ ഓൺ ഗോയിങ് ഉണ്ട്. 65 പ്രോജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ പ്രോജക്റ്റ് ചെറിയ പ്രോജക്റ്റുകളല്ല, 100-150 യൂണിറ്റുകളുള്ളതായിരിക്കും. നമ്മൾ 75 സെന്റിൽ കറിഞ്ഞ ഒരു കാര്യത്തിൽ ഇത് ചെയ്യില്ല, അതിന് മേലെ ചെയ്യുള്ളൂ. ദാറ്റ്സ് വൈ ദ നമ്പേഴ്സ് ഇസ് മോർ. അതിന്റെ എമൗണ്ട് എത്ര? എന്തിന്? അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഇപ്പോ അത് അത്രയധികം വിൽക്കാനുണ്ടോ? കളക്ടബിൾ ഉണ്ട്, കളക്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ട്, വിൽക്കാനുണ്ട്. അതൊന്നും ഇതിന്റെ ഒരു മാറ്ററേ അല്ല. വിദേശത്തെ പദ്ധതികളുണ്ടല്ലോ, അതുമായി അത് ഏത് കമ്പനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഏത് ബാംഗ്ലൂരിൽ നിന്നാണോ അതോ കൊച്ചിയിൽ നിന്നാണോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഒരു വിധത്തിലുള്ള പ്രശ്നമില്ല. UAE ചെയ്യണം, UAE-ക്കാർ തന്നെ ചെയ്യണം. അവിടെയുള്ള കമ്പനികൾ തന്നെ, അവിടുത്തെ കമ്പനി തന്നെ ചെയ്യണത്. നമ്മളുമായിട്ടൊന്നും യാതൊരുവിധ ഇതുമില്ല. അവിടെ കമ്പനി വേറേതായിട്ടാണ് ചെയ്യണം. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്, ബാലൻസ് ഷീറ്റിൽ കുറച്ച് ബോറോയിങ്സ് ഒക്കെ കാണുന്നുണ്ട്. അത് ഏത് ബോറോയിങ്സ് ആണെന്ന്? എവിടെ? കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ബോറൽസ് ഉണ്ടെന്നോ? എനിക്കറിയില്ല അതിനെ കുറിച്ച്. ആസ് ഓഫ് നൗ നോ. 0. പാടൻ കമ്പനിയൊന്നും ഒന്ന് കേൾക്കുക, കൊടുക്കുക നിങ്ങള്. അത് സൈറ്റിയുടെ അന്വേഷണമല്ലാതെ മറ്റേതെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഒന്നും നടക്കുന്നില്ല. അല്ല, ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തിനാ നമ്മൾ ആവശ്യപ്പെടുന്നത്? അത് അവരന്വേഷിച്ച് അവർ കേപ്പബിളായ ഓഫീസേഴ്സ്, കേപ്പബിളായ സിസ്റ്റമാണ് ചെയ്യുന്നത്. അവരുടെ കർണാടക ഗവൺമെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ഇവിടുന്ന് ലെറ്ററുകളൊക്കെ അയച്ചിട്ടുണ്ട്, അവർക്ക് അയച്ചിട്ടുണ്ട്, ഫിനാൻസ് മിനിസ്റ്റർ അയച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.